ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ ചീര കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചീര ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം തന്നെ കഴുകി എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആ ഉപ്പേരി വയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, അധികം കുഴയാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ചീര ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവോള, 2 കഷ്ണം ചെറിയ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ മുളക് പൊടിയും ഒരു കഷ്ണം പച്ചമുളകും ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കുക. പിന്നീട് ഒരു അരമുറി തേങ്ങയുടെ പകുതി ചിരകിയത് അതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോണത് വരെ ഇളക്കണം. എണ്ണയിലേക്ക് തേങ്ങ ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് ചീരയ്ക്ക്. ഇനി ചീര അരിഞ്ഞത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചീരയ്ക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് വെന്ത് വരുമ്പോൾ അളവ് വളരെ കുറയും. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും പകുതിയാകും. അപ്പോൾ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു അളവിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക് യു.